CP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ സർക്കാരിനും CPM-നുമെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. കഠാര രാഷ്ട്രീയത്തിന് സർക്കാർ പിന്തുണയോ എന്ന തലക്കെട്ടോടെയാണ് മുഖപ്രസംഗം. പരോൾ അനുവദിച്ചതിൽ ഒരപരാധവും CPM കാണുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നെന്ന് സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നു. അഷ്കർ അലി കരിമ്പ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, പാർട്ടിയും സർക്കാരും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ചട്ടപ്രകാരം 6 വർഷം കഴിഞ്ഞ ഒരു പ്രതിക്ക് പരോൾ കൊടുക്കേണ്ടതുണ്ട്, മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലുണ്ടായിട്ടുണ്ട്, അമ്മയുടെ അപേക്ഷയുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണൊക്കെ പറയുന്നതെങ്കിലും ഇതൊന്നും സുപ്രഭാതത്തിനും സമസ്തയ്ക്കും ദഹിച്ച മട്ടില്ല എന്നാണോ? അരുൺ, ദഹിച്ച മട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ തന്നെ ന്യായീകരണമാണ് എന്നും എങ്ങനെ ഇതിനെ ന്യായീകരിക്കാൻ ഇടതുപക്ഷത്തിനും CPM-നും സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രഭാതം ചോദിക്കുന്നത്. അത്തരമൊരു മുഖപ്രസംഗം തന്നെ ഇന്ന് സമസ്തയുടെ ഔദ്യോഗികമായ സുപ്രഭാതത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുന്നു. കൊടിസുനിയുടെ പരോൾ മാത്രമല്ല, കഴിഞ്ഞ ദിവസം തലശ്ശേരിയിൽ കൊല്ലപ്പെട്ട നിഖിൽ കൊലപാതക കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ശ്രീജിത്തിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനും മുൻ ജില്ലാ സെക്രട്ടറി P ജയരാജനും പങ്കെടുത്തതിനെതിരെ ഈ മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇടതുപക്ഷം സ്വീകരിക്കുന്ന പല നിലപാടുകളെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ സുപ്രഭാതം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത്, ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിൽ പറയുന്നത് പരോൾ നൽകാൻ കഴിയുമോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നാണ് ബൈജുനാഥ് നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ പരിശോധിക്കണം എന്നുള്ള കാര്യത്തെ അത് മറയാക്കിക്കൊണ്ട് തന്നെ തെറ്റായ രീതിയിൽ അവർക്ക് പരോൾ നൽകി എന്നുള്ളതാണ് സുപ്രഭാതം ഉന്നയിക്കുന്ന വിമർശനം. ജയിൽ ചട്ടങ്ങൾ പ്രകാരം ഇതിൽ പരോൾ അനുവദിക്കുന്നതിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ അതുപോലും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഈ ജയിലിരിക്കുമ്പോൾ തന്നെ അവിടെയുള്ള ജയിൽ അധികൃതർക്ക് നേരെ കയ്യേറ്റ ശ്രമമടക്കം പുതിയ കേസ് കൊടിസുനിക്കെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അത്തരം കേസുകൾ ഉണ്ടായിട്ട് പോലും ഹൈക്കോടതി ഈ പ്രതികൾക്ക് 20 വർഷത്തേക്ക് പരോൾ അനുവദിക്കരുതെന്നുള്ള നിർദ്ദേശം നൽകിയിട്ട് പോലും വീണ്ടും പരോൾ അനുവദിച്ചത് അത് സർക്കാരിൻ്റെ ധിക്കാരപരമായ നടപടിയാണ്, വളഞ്ഞ വഴിയിലൂടെയുള്ള നടപടിയാണ് എന്നുള്ളതാണ് സുപ്രഭാതം വിമർശിക്കുന്നത്. ഇത് ചെങ്കൊടി മാനവികത പറ്റാത്ത മനസ്സിൽ നിന്നും തള്ളിക്കളയാനുള്ള ഒരു നീക്കമാക്കി വിലയിരുത്താൻ കഴിയുമെന്ന് സുപ്രഭാതം വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. സുപ്രഭാതവും സമസ്തയും വിമർശിച്ചു കൊടിസുനിയുടെ പരോൾ.